വെൽക്കം ടു മൈ ചാനൽ ലൈഫ് അൺസ്ക്രിപ്റ്റഡ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. സോ ഡോണ്ട് ബി സർപ്രൈസ്, മൈ ചാനൽ വിൽ ബി എ മിക്സ് ഓഫ് മലയാളം, ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. എനിക്ക് കുറേ ഫീഡ്ബാക്ക് കിട്ടിയായിരുന്നു എൻ്റെ ചാനലിൽ ഹിന്ദി മാത്രം വേണ്ട, മലയാളവും ഉൾപ്പെടുത്തണം എന്ന്. സോ ഹിയർ യു ഗോ ഗൈസ്. എല്ലാം മിക്സായി ഇനി മുതൽ ഞാൻ ട്രൈ ചെയ്യാം. മലയാളത്തിൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പ്ലീസ് പാർഡൺ മീ. ഇന്ന് ഈ വ്ളോഗ് ഒരു ചെറിയ ബ്ലാക്ക് ഫ്രൈഡേ കം ക്രിസ്മസ് ഷോപ്പിംഗ് എന്ന് പറയാം. ഞങ്ങൾ പോയത് ക്രിസ്മസ് ട്രീ, ചെറിയൊരു ക്രിസ്മസ് ട്രീ മേടിക്കാനാണ്. ബട്ട് അവിടെ നിന്ന് ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലായി ക്രിസ്മസ് ട്രീയും ബേബീസ് ആൻഡ് കിഡ്സ് ക്ലോത്തിങ് ഐറ്റംസ് എല്ലാം കൂടെ നമുക്ക് December 14th കഴിഞ്ഞിട്ട് മേടിക്കാം. ബിക്കോസ് Canada has announced that from December 14th till 2 months there won't be any tax on certain items. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വ്ളോഗ് കാണാം. നിങ്ങൾക്ക് തോന്നുന്നു എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് എൻ്റെ വ്ളോഗിൽ ചെയ്യാനുണ്ടെങ്കിൽ പ്ലീസ് മെൻഷൻ ഇറ്റ് ബിലോ ഇൻ ദ കമൻറ്റ്. ഇതൊരു ബിഗിനർ വ്ളോഗാണ്. സോ പ്ലീസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ലൈഫിൽ അങ്ങനെ മേക്കപ്പിനോട് എനിക്ക് വലിയ അങ്ങനെ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. ബട്ട് എന്താണെന്നറിയില്ല, ഇപ്പം എനിക്ക് ഭയങ്കരമായിട്ട് കോസ്മെറ്റിക് ഐറ്റംസ് മേടിക്കണം, അത് പുരട്ടണം, അത് യൂസ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരാഗ്രഹം. അങ്ങനെ സുക്കോഷി മാർട്ടിൽ കയറി. ഇത് പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത ഒരു ഷോപ്പാണ്. ഇവിടെ കൊറിയൻ ആൻഡ് ജപ്പാനീസ് സ്കിൻ കെയർ ഐറ്റംസാണ് സെല് ചെയ്യുന്നത്. ഈ കാണുന്ന ഓരോ കീ ചെയിനൊക്കെ എന്ത് ഫിനിഷിംഗ് ആണ്. എല്ലാം നല്ല ക്യൂട്ട് ഐറ്റംസ് ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് മേടിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഓൾറെഡി കയ്യിൽ കുറേ കീ ചെയിൻസ് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നുണ്ട്, അതൊന്നും മേടിച്ചില്ല. പിന്നെ ഞങ്ങളിങ്ങനെ കുറേ സെക്ഷൻസിലൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നു. ധ്രുവയ്ക്കപ്പം ബോർഡ് ഗെയിംസ് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ നോക്കിയപ്പം ഉണോ എന്ന് പറഞ്ഞൊരു ബോർഡ് ഗെയിം ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ് വാസ് റിയലി എക്സ്പെൻസീവ്. സോ വി തോട്ട് വി വിൽ ബൈ ഇറ്റ് ഫ്രോം വാൾമാർട്ട്. അങ്ങനെ അവിടെ നിന്ന് അത് മേടിച്ചില്ല. അങ്ങനെ മേക്കപ്പ് ഐറ്റംസ് നോക്കി നടന്നപ്പം മോമോനെ കണ്ടു. ഞങ്ങളുടെ മോൻ്റെ പേര്, വീട്ടിൽ വിളിക്കുന്ന പേര് ഞങ്ങൾ മോമോ എന്നാണ്. സോ അത് കണ്ടപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു ഷോട്ട് എടുത്തതേ ഉള്ളൂ. അവിടുന്ന് കറങ്ങി നടന്ന് ഇറങ്ങിയപ്പം ഞങ്ങൾ വിചാരിച്ചു ടിം ഹോട്ടൻസിൽ നിന്നൊരു ചെറിയൊരു ഡ്രിങ്ക് ആയാലോ. ഇതേ ഇരിക്കുന്നു മോമോ ഭയങ്കര എക്സൈറ്റഡ് ആണ് കറങ്ങി നടക്കാൻ. അങ്ങനെ ക്രിസ്മസ് സീസണിൻ്റെ പുതിയ എന്തോ ഡ്രിങ്കാണ്, വൈറ്റ് ഹോട്ട് ചോക്ലേറ്റ് വിത്ത് 1 ഷോട്ട് ഓഫ് എസ്പ്രസോ. സോ ഇവർ പോയി അത് മേടിക്കുമായിരുന്നു. ധ്രുവയ്ക്കാണ് അതൊക്കെ കൂടുതൽ താല്പര്യമുള്ളത്. അത് കഴിഞ്ഞ് അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി ഒരു ബുക്ക് ഷോപ്പിൽ കയറി. ധ്രുവ ലൈക്സ് ടു റീഡ് എ ലോട്ട്. സോ ഐ വാസ് ട്രൈങ് ടു ബൈ reading light, but she said that she doesn't like this. അങ്ങനെ കുറേ നേരം കറങ്ങി നടന്നു. അത് കഴിഞ്ഞിട്ട് പ്ലാനറ്റ്സിൻ്റെ സെക്ഷനിലേക്ക് ഞാൻ പോയി. എനിക്കൊരു പ്ലാനർ മേടിക്കണമെന്നുണ്ടായിരുന്നു. സോ ഇവിടെ നോക്കിയപ്പോൾ നല്ല സെലക്ഷൻസ് ഉണ്ടായിരുന്നു. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഹാർഡ് കവറും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. സോ ഞാൻ അവിടെ നിന്നൊരു പ്ലാനർ മേടിച്ചു. 2025 വരുമല്ലേ, അപ്പം നമുക്ക് മുന്നോട്ട് എന്തൊക്കെയാണ് ഗോൾസ്, നമുക്ക് പ്ലാൻ ചെയ്യേണ്ടതെന്നൊക്കെ കാര്യങ്ങൾ എന്തായാലും ചെയ്യണമല്ലോ. സോ അത് കാരണം ഒരു പ്ലാനർ എല്ലാ വർഷവും മേടിക്കാറുണ്ട്. സോ അങ്ങനെ ഒരു പ്ലാനർ മേടിച്ചു അവിടുന്ന്. പിന്നെ അങ്ങനെ കുറേ നേരം ആ കടയിൽ തന്നെ ചുറ്റിപ്പറ്റി. കാരണം ധ്രുവനെ ഒരു ബുക്ക് സ്റ്റോറിൽ കയറ്റി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം അവൾക്ക് ഭയങ്കര ഇഷ്ടം ഓരോ ബുക്ക് തുറന്ന് നോക്കി എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് പുള്ളിക്കാരത്തി ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യും. ടൊറൻറ്റോ പബ്ലിക് ലൈബ്രറി പോയാൽ പിന്നെ ചോദിക്കാനേ ഇല്ല, അവിടെ നിന്ന് പിന്നെ ഇറങ്ങത്തില്ല. അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ഈ ബുക്ക് വോംസ് എന്ന് പറഞ്ഞ കൈൻഡ് ഓഫ് ആളാണ്. ഞാൻ ഈ ക്യൂട്ട് പ്ലാനറാണ് ഞാൻ മേടിച്ചത്. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ.
ബുക്ക് സ്റ്റോറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഡയറക്റ്റ് ഡിക്കാത്തലോണിലേക്കാണ് പോയത്. മോമോസിൻ്റെ കയ്യിൽ വീട്ടിലൊരു വലിയ ബോളുണ്ട്, ബട്ട് ഹീസ് അൺഎബിൾ ടു ഹോൾഡ് ഇറ്റ് പ്രോപ്പർലി. സോ ഞങ്ങൾ വിചാരിച്ചെന്നാൽ ഒരു കുഞ്ഞു ബോൾ മേടിച്ചേക്കാം. ഡിക്കാത്തലോണിൽ പല കളറിലെ കുഞ്ഞു ബോൾസ് ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ അവനെ അവിടുത്തെ ഒരു പ്ലേ സെക്ഷനിൽ കൊണ്ടുപോയി ഇരുത്തി കുറേ ബോൾസ് കൈ കൊടുത്തു. അവന് ഇഷ്ടമുള്ള കളർ യെല്ലോ ആയിരുന്നു. സോ ഞങ്ങൾ ലാസ്റ്റിൽ അതാണ് മേടിച്ചത്. അവനവിടെ കുറേ നേരം ഞങ്ങൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു അവിടെ. വിൻ്റർ ആയതുകൊണ്ട് വെളിയിലൊന്നും പോകാൻ പറ്റുന്നില്ല, ബിക്കോസ് ഓഫ് സ്നോ ആൻഡ് ദ ടെമ്പറേച്ചേഴ്സ് ആർ സോ ലോ. സോ അത് കാരണം ഞങ്ങൾ വിചാരിച്ചെന്നാൽ ഇവിടെ ഇരുത്തി കുറച്ച് നേരം കളിപ്പിക്കാം. ആൻഡ് ഹി വാസ് റിയലി എൻജോയിങ് ഇറ്റ്. ഫൈനലി ഞങ്ങൾ ഈ യെല്ലോ കളർ ബോൾ മേടിച്ചു, ടാർമാക്കിൻ്റെ. അങ്ങനെ കുറേ നേരം ഡിക്കാത്തലോണിൽ കറങ്ങി നടന്ന് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ സെയിൻറ്റ് ജർമൻസ് ബേക്കറിയിൽ കയറി. ധ്രുവയ്ക്ക് അവിടുത്തെ ബൺ ഭയങ്കര ഇഷ്ടമാണ്. സോ അവിടുന്ന് ചേട്ടനും ധ്രുവയും ബൺ മേടിച്ചു. എനിക്ക് പാറ്റീസ് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ പാറ്റീസിൻ്റെ സെക്ഷനിൽ പോയി. അവിടുന്ന് എനിക്ക് വേണ്ടി പാറ്റീസ് മേടിക്കുമായിരുന്നു, ബീഫ് പാറ്റി. ഇവരുടെ എക്സ്ട്രാ സ്പൈസി പാറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻസിന് ഐ ഗെസ് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ സ്പൈസി. സോ ഐ വാസ് ഹാവിങ് എ ഡിസ്കഷൻ വിത്ത് ദ ഗായ് ഓവർ ദെയർ അറ്റ് ദ കൗണ്ടർ. നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ സ്പൈസി ഉള്ളത് തന്നാൽ മതി. അപ്പോൾ അയാൾ പറഞ്ഞു, ഐ യു ഷുവർ യു വാണ്ട് ടു ടേക്ക് the extra spicy because it's too spicy. ഞാൻ പറഞ്ഞു, I have had it before and it's not really that spicy for me, so I just need that. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് കയറി ഫുഡ് കോർട്ടിൽ പോയി. ഞങ്ങൾ മേടിച്ചതിലായിരുന്നു പെയ്യെ വയറ്റിലേക്ക് കയറ്റുമായിരുന്നു. മോമോസിൻ്റെ സ്വീറ്റ് പൊട്ടറ്റോയും പാലും കുടിച്ചിട്ട് അവിടെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഫുഡ് കോർട്ടിനോട് ടാറ്റ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി സെഫോറയിൽ കയറി. സെഫോറയിൽ എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ മേടിച്ചു. ഐ കുഡൻറ്റ് ടേക്ക് മച്ച് വീഡിയോസ് ഓവർ ദെയർ ബിക്കോസ് ഇറ്റ് വാസ് സോ ബിസി ഓവർ ദെയർ. ഞങ്ങൾ അവിടുന്ന് സാധനങ്ങൾ മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. ഞാൻ മേടിച്ച എന്തൊക്കെയാണെന്ന് വെച്ചാൽ എന്തൊക്കെ ഐറ്റംസാണ് മേടിച്ചതെന്ന് ഞാൻ കാണിച്ചു തരാം, വീഡിയോയിലിടാം. പോകുന്ന വഴി ഞങ്ങൾ ഫോണിൻ്റെ പ്ലാൻസ് നോക്കി. iPhone 16 Pro Max. അപ്പം ബ്ലാക്ക് ഫ്രൈഡേയുടെയും ഡീൽസ്, പിന്നെ ഹോളിഡേ സീസണിൻ്റെ ഡീൽസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളങ്ങനെ ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്യുമായിരുന്നു. പോകുന്ന വഴി ഐസ്ക്രീം ഷോപ്പ് കണ്ടപ്പം ധ്രുവയ്ക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ നാളായി ഐസ്ക്രീം കഴിച്ചിട്ട്, ബട്ട് ഇറ്റ് വാസ് കോൾഡ് സ്റ്റിൽ. ഷീ ഇൻസിസ്റ്റഡ് ഷീ വാണ്ടഡ് ബിക്കോസ് ഇറ്റ് വാസ് ആഫ്റ്റർ സോ ലോങ് ഷീ ഈസ് ഗോണ ഹാവ് ഇറ്റ്. അങ്ങനെ അത് മേടിച്ച് കൊടുത്തു. ഇതാണ് ഞാൻ മേടിച്ചത്. ഇത് ഇറ്റിൻ്റെ ഒരു പ്രൈമറാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അങ്ങനെ മേക്കപ്പിൻ്റെ ഐറ്റംസ് ഒന്നും അങ്ങനെ അധികം അറിയില്ല. ബട്ട് ഈ പ്രാവശ്യം ഞാൻ എല്ലാം കുറച്ച് എൻക്വയറി ഒക്കെ ചെയ്തിട്ടാണ് മേടിച്ചത്. അങ്ങനെ നാഴ്സിൻ്റെ ഫൗണ്ടേഷൻ എൻ്റെ മാച്ച് ചെയ്യിപ്പിച്ചു. ഞാൻ അവിടെ സെഫോറയിൽ അവർ മേക്കപ്പ് ഇട്ട് തരും, എന്നിട്ട് നമ്മുടെ മാച്ച് അവർ ഫൈൻഡ് ഔട്ട് ചെയ്ത് തരും. സോ നാഴ്സിൻ്റെ ഫൗണ്ടേഷൻ ആൻഡ് മേക്കപ്പ് ഫോർ എവറിൻ്റെ കൺസീലർ ആൻഡ് ഇത് മേക്കപ്പ് ഫോർ എവറിൻ്റെ മസ്കാരയാണ്. സോ ഈ 4 പ്രൊഡക്റ്റും സെഫോറയിൽ നിന്നാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ബൈ കമൻറ്റിങ് ബിലോ. താങ്ക് യു.